ഹലോ മച്ചാമാരെ, ഞാനൊരു ചെറിയ വ്ളോഗുമായി വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്നെന്തായാലും ലീവായിരുന്നു. രാവിലെ എണീറ്റ് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇതിലെ വണ്ടിയെ കൊണ്ടുപോയ അന്നന്റെ കയ്യിൽ നിന്ന് കുറച്ച് മത്തി അങ്ങ് വാങ്ങി. അത് നല്ലോണം ഇഞ്ചിയും വെളുത്തുള്ളിയും മസാലയൊക്കെ പുരട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ഫ്രൈ ചെയ്തങ്ങെടുത്ത്. എന്നിട്ട് രാവിലെ തന്നെ പഴങ്ങനെയും കൂട്ടി ഞാൻ അവനെ എന്ന് വെട്ടി. എന്നാ പിന്നെ ഒന്ന് കറങ്ങാൻ പോവാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് സ്പോട്ട് ലൊക്കേഷൻ നമ്മുടെ വിളക്കുപാറ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത്. കൊല്ലം ജില്ലയിലെ വിളക്കുപാറ എന്ന ഈ കൊച്ചു ഗ്രാമം വളരെ സുന്ദരമാണ് ടൂറിസ്റ്റുകാർക്ക്. പ്രത്യേകത എന്തെന്നാൽ ഇവിടുത്തെ പ്രകൃതി സുന്ദരമായ എണ്ണപ്പഴത്തോട്ടങ്ങളും ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ കേരളത്തിലെ ഏക പ്ലാന്റും എല്ലാം സ്ഥിതി ചെയ്യുന്ന ഈ കൊച്ചു ഗ്രാമത്തിലാണ്. വിളക്കുപാറ ജംഗ്ഷനിൽ തന്നെ മഹാദേവന്റെ ഒരു ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നുണ്ട്. നല്ലൊരു വൈബും ആംബിയൻസും ഭക്തിയും നിറഞ്ഞതാണ് ഈ കൊച്ചു ഗ്രാമം. ഞാൻ എന്റെ സ്വന്തം സ്കൂട്ടറിലാണ് ഇവിടേക്ക് വന്നത്. ഒറ്റ നോട്ടത്തിൽ മൂന്നാറിലെ തേയിലത്തോട്ടമാണെന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന ഒരു വെറൈറ്റി സ്ഥലമാണിത്. ഞാൻ അവിടെ ചെന്നപ്പോൾ കുറേ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം നല്ല രീതിയിൽ പീലി നിവർത്തി അങ്ങനെ ആടുന്നുണ്ടായിരുന്നു. എന്നെ കണ്ടത്, ഈ ആട്ടം കണ്ടത് ഞാനൊന്നും നോക്കിയില്ല. അതും കൂടി ക്യാമറയിൽ എന്നെ പകർത്തി. പിന്നെ അത് കഴിഞ്ഞ് ഓയിൽ ഫാം ഫാക്ടറിയുടെ അടുത്ത് വന്നു. ഇപ്രാവശ്യം ഫാക്ടറി ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ ഞാൻ അതും കൂടി ഉൾപ്പെടുത്താം. അപ്പോഴാണ് അവിടെ ഒരു അപ്പച്ചനും അമ്മച്ചി ഇരുന്ന് എന്തോ കഴിക്കുന്നത് ഞാൻ കണ്ടത്. ഞാൻ എന്താണെന്ന് അറിയാം അവിടേക്ക് ചെന്നു. അപ്പച്ചന്റെ കുറെ പോത്തുകൾ ഈ വെള്ളത്തിൽ കിടന്ന് നീരാടുകയാണ്. ആ സമയം കൊണ്ട് അമ്മച്ചി കൊണ്ടുവന്ന ആഹാരവും കഴിക്കുകയായിരുന്നു ഈ അപ്പച്ചൻ. ഞാൻ അവരോട് അന്വേഷിച്ചപ്പോഴാണ് ആ അപ്പച്ചനും അമ്മച്ചിയും വർഷങ്ങളായിട്ട് പോത്ത് വളർത്തൽ നടത്തുന്നവരാണ് എന്നറിഞ്ഞത്. ഈ എണ്ണപ്പഴത്തോട്ടത്തിൽ നമുക്ക് വന്നു കഴിഞ്ഞാൽ ഡാമുകളും അരുവികളും തോടുകളും ആറുകളും ചിറകളും എല്ലാം നമുക്ക് കണ്ട് ആസ്വദിച്ചിട്ട് തന്നെ പോകാൻ കഴിയും. കൊല്ലം ജില്ലയിൽ അഞ്ചലിനടുത്ത് ഭാരതിപുരത്ത് 1969 കേന്ദ്ര സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡ്. 51% കേരളത്തിന്റെയും 49% കേന്ദ്രത്തിന്റെയും മുതൽ മുടക്കുള്ള ഒരു സംരംഭമാണിത്. 120 ഹെക്ടർ പ്രദേശത്ത് ആരംഭിച്ച കൃഷി ഇന്ന് 3656 ഹെക്ടറായി വ്യാപിച്ചു. യന്ത്രവൽക്കരണത്തിലൂടെ 4500 ടൺ എണ്ണയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എന്തായാലും വിശദമായ ഒരു വ്ളോഗുമായ അടുത്ത വീഡിയോയിൽ കാണാൻ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ അതിലും ഒന്ന് ഞെക്കിക്കോ, കുത്തിപ്പൊട്ടിച്ചോ.